ഹലോ. അപ്പം നമ്മുടെ നാട്ടിലെ മഴ പോലെ തന്നെ കോയമ്പത്തൂർ ഒടുക്കത്ത മഴയാട്ടം. അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ബ്രൗണിയാണ്. ഈ ഒരു സംഭവം ഇവിടെ കിട്ടുന്നത് 25 റുപ്പീസിനാട്ടോ. ഇത് പ്രൈസ് വെർത്താണെന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ല, അത്ര പറയും. കാരണം നാട്ടിൽ അത്ര ടേസ്റ്റി ഒന്നല്ല, എന്നാൽ പോലും സംഭവം ടേസ്റ്റി ആട്ടോ. 25 റുപ്പീസിനൊക്കെ നമുക്ക് ഈ സംഭവം കഴിക്കാം എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വിശപ്പ് അടങ്ങോട്ടും. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഏലക്കട്ടി, ഇത് നമ്മുടെ ഇപ്പം ഡെയിലി റുട്ടീനായിട്ട് മാറിയിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു നെയ് റോസ്റ്റും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നെയ് റോസ്റ്റും ഈ ഒരു പൊടിദോശ ആട്ടോ നമ്മൾ ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തത്. ഇവിടുത്തെ പൊടിദോശ എന്ന് പറയുന്നത് അടിപൊളിയാണ്, ഒരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നെയ്യിൽ വാട്ടിയെടുത്ത ഒരു പൊടി യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയും അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടെ കൂട്ടി കഴിക്കാമെന്ന് ഇവിടുത്തെ ആൾക്കാർ നമ്മളടുത്ത് പറഞ്ഞു തന്നുണ്ട്. അങ്ങനെ ചട്നിയും സാധാരണ സാമ്പാറും കാര്യങ്ങളൊക്കെ കൂട്ടി അതേപോലെ തന്നെ ഈ ഒരു എഗ് റോസ് എന്നൊക്കെ പറയും കേട്ടോ. സംഭവം ഇതെന്താണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ മുട്ട പൊരിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ അതിനേക്കാളും കൂടുതൽ മുളകും അതേപോലെ തന്നെ മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ നൂഡിൽസ് നമ്മൾ ടേസ്റ്റ് നോക്കി കേട്ടോ. ഒടുക്കത്തെ മസാലയാണ്, പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാലും മസാല കുത്തുന്നതുകൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും ഇഷ്ടമില്ല. എന്നാൽ കോയമ്പത്തൂർ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം.